പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നു. ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധം അവസാനിക്കാതെ നീണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ ആഘാതം ലോകത്തിനാകെ ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഇതിലേറ്റധികം സന്തോഷിക്കുന്നത് ഇസ്രയേലായിരിക്കും. ഇസ്രയേലിൽ ഒന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ഇസ്രയേലിന് കൂടുതൽ സുരക്ഷ കിട്ടുന്ന രീതിയിൽ അമേരിക്കയെ യുദ്ധത്തിൽ കൊണ്ടു ചാടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ വിജയം. ഇറാൻ തിരിച്ചടിക്കുമ്പോഴൊക്കെ എല്ലാവരും സന്തോഷിക്കുകയും അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്ന് എല്ലാവരും ഉദ്ഘോഷിക്കുകയും ചെയ്യും. പക്ഷേ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇതുവരെ ഒരു പ്രധാന മതനേതാക്കളെയെല്ലാം വധിച്ചിരിക്കുകയാണ്. ആയിട്ടുള്ള ഖൊമേനിയെ വധിച്ചിരിക്കുന്നു. അതുപോലെ നിരവധി അവരുടെ മുതിർന്ന നേതാക്കളെയും. ഒരുപാട് നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാനെ നീണ്ട കാലത്തെ യുദ്ധത്തിന് ശേഷമാണെങ്കിൽ പോലും അവസാനിപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇറാന് പലവിധ റഷ്യയിൽ നിന്നും മറ്റു സഹായങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കാം. സത്യത്തിൽ എൻ്റെ സ്റ്റാറ്റസിൽ ഞാനിട്ട ഒരു കുട്ടികളുടെ ദീനരോധനത്തിൻ്റെ ഓട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ആയിട്ടിട്ടുണ്ട്. കണ്ടാൽ നമ്മൾ കരളരിക്കും. ആര് യുദ്ധം ചെയ്തു, അല്ല ആരുടെ ഭാഗത്ത് തെറ്റ് ശരിയെന്നല്ല. തൻ്റെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷാനിർഭരമായി നോക്കുന്നതാണ്. ആരെയോ കാത്തിട്ട്. അച്ഛനമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരാരുമില്ല, പക്ഷേ കുട്ടി തന്നെ. അതുപോലെ തന്നെ മുന്നിൽ മരിച്ചു കിടക്കുന്ന അമ്മ, അച്ഛൻ, ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന കൊച്ചു പെൺകുട്ടി, അനിയത്തി, അങ്ങനെ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. തീർച്ചയായിട്ടും യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാവുകയും ചെയ്യും. എന്നാൽ യുദ്ധം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈസ്റ്റർ, ക്രിസ്തുവിനെ ക്രൂശിമ തറച്ച് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ക്രൂശിൽ കയറ്റിയ ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കുചേരുന്നില്ല എന്നുള്ളതും വിരോധാഭാസമാണ്. ട്രംപിനെ പോലുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും യഥാർത്ഥ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നില്ല. മാത്രമല്ല, കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ലോക പോലീസ് ചമയാനുള്ള, ലോകത്തിൻ്റെ ആധിപത്യം കയ്യിൽ പിടിയിൽ ഒതുക്കാനുള്ള വളരെ കുൽസിതമായ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വിവിധ മഹാന്മാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ട്, ത്യാഗപൂർണമായ ജീവിതം കാഴ്ചവെച്ച് വിട പറഞ്ഞിട്ടും നമുക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വേദനാജനകമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള ഖൊമേനി അവരുടെ ആരാധ്യ മതനേതാവാണ്, വധിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്തിൻ്റെ കടന്നു കയറുന്ന പ്രക്രിയ തെറ്റു തന്നെയാണ്. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് പലതര രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടി വരും. ആയത്തുള്ള ഖൊമേനിയുടെ മരണം വേദനാജനകമാണെന്ന് പറയുമ്പോൾ തന്നെ ഇറാനിലെ സാധാരണ മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിൽ, അതിൽ അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഖൊമേനി. നമുക്കറിയാം, ഈ ബുർക്ക ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി മരിച്ചത്. ഇപ്പം നർഗേസെ പോലെയുള്ള ആളുകൾ ജയിലിലാണ്. നിരവധി മനുഷ്യ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. വാസ്തവത്തിൽ ഖൊമേനിയുടെ കുറ്റമായിരിക്കില്ല. വാസ്തവത്തിൽ ഖൊമേനി പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം, അതും എല്ലാ മുസ്ലിങ്ങളാണെന്ന് പറയാൻ സാധിക്കില്ല.
മൗലികവാദത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട മുസ്ലിം നേതാക്കൾ ഈ ബുർക്ക അല്ലെങ്കിൽ ഹിജാബ് ഒക്കെ വലിയ കാര്യമായി കരുതുകയും അതിന് ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും ദൈവനിന്ദയാണെന്ന് കരുതുകയാണ്. ഒന്നുകൂടെ പാവങ്ങളാണ് വാസ്തവത്തിൽ. എന്തു തന്നെയാണെങ്കിലും ഇതിൻ്റെ പേരിൽ ആ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ തച്ച് ഉടക്കുകയും പൗരാവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും വിസ്മരിക്കരുത്. ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം വധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുമൈനി വധിക്കാമോ? മറ്റു രാജ്യങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഈ വിരോധാഭാസവും നമ്മുടെ നിലവിലുണ്ട് എന്നും കൂടി കൂട്ടിച്ചേർക്കേണ്ടത്. ഡ്രമ്മിനെ സംബന്ധിച്ചിടത്തോളം എണ്ണ, പെട്രോളിയം ഇതൊക്കെ അവരുടെ കൈപ്പിടിയിലായാൽ ഗുണമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഹമാസിനെ ഏറ്റവും അനുകൂലമായ സമീപനം നൽകുന്നത് ഇറാനാണ് എന്നാണ് ധാരണ. മറ്റുള്ള അറബ് രാജ്യങ്ങളെല്ലാം സാമ്പത്തിക സ്രോതസ് നൽകുന്നുണ്ട്. ഇറാനാണെങ്കിൽ ഹൂതികളും ഹമാസിനെയും അതുപോലത്തെയുള്ള ആളുകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു ഒളി കേന്ദ്രം എന്ന നിലയ്ക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. ഇറാൻ വിചാരിച്ചാൽ പല സ്ഥലങ്ങളിലും പലവിധ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഹൂതികൾ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും, നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ് വാസ്തവത്തിൽ. എന്തായാലും കലുഷിതമാണ്. ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് വരും. എല്ലാവരും പറയും, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? വിദേശത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഇവിടെ സമരം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, പാചകവാതം കിട്ടാനില്ല, പെട്രോളിയം കിട്ടാനില്ല, നമ്മുടെ ആളുകളെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു യുദ്ധം ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാവരെയും ബാധിക്കുമെന്നുള്ളതാണ്. യുദ്ധം അവസാനിക്കട്ടെ വേഗം, ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികൾ ഇറാൻ്റെ ആണോ ഇസ്രായേലിൻ്റെ ആണോ നോക്കാതെ ഏത് മനുഷ്യ കുട്ടികളെയും വധിക്കപ്പെടാതിരിക്കാൻ അവർ ഭാവിയുള്ള ലോകം അവരുടെ കണ്ണുകളിൽ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നമുക്ക് ഓരോരുത്തരും ബാധ്യസ്ഥരുണ്ട്. ആ ബാധ്യസ്ഥത നമ്മൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് നാം ഓരോരുത്തരും പറയേണ്ടത്. അതുകൊണ്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം ഞാനും നിൽക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നത്, ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലത്തെ ക്രിസ്ത്യാനികളൊക്കെ വഴിയോര പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴികളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടി വട്ടാപ്പവും കോഴിക്കറിയും മദ്യവുമാണ്. ഇതാണ് നമ്മുടെ ഭൂരിഭാഗം ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ പാത തുടരുകയോ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്, സക്കായിയോട് പറഞ്ഞത്, ബാബിനെയും മറിയത്തോട് എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാതെ ഈ സദ്യവട്ടങ്ങളിൽ മദ്യത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിൽ ഒക്കെ പങ്കുചേരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ അധപതനത്തിൻ്റെ ഒരു കഥ കൂടി ഈ ഈസ്റ്റർ എന്ന് പറയാനുണ്ട് വാസ്തവത്തിൽ. ഇങ്ങനെ നമ്മുടെ ആശയങ്ങളും പ്രവൃത്തിയും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന അജഗജാന്തര വ്യത്യാസത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി ലോകം ആകെ മാറുന്നു. കേരളവും ഇപ്പോൾ ഇലക്ഷനും കൂടി വന്നിട്ടുണ്ട്. ഇലക്ഷൻ്റെ ഇതും നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഇപ്പോൾ രണ്ട് വാക്കുകളാണ് കൂടുതൽ കേൾക്കുന്നത്, ഡീലും അഴിമതിയും എന്നുള്ളതാണ്. എല്ലാ കൂട്ടരും പറയുന്നത് പരസ്പരം ഡീലാണ്. CPM BJP ഡീലെന്ന് കോൺഗ്രസ് പറയുന്നു, കോൺഗ്രസും BJP ഡീലെന്ന് CPM പറയുന്നു. BJP തന്നെ മറ്റൊരു രീതിയിൽ ഡീല് ആരോപിക്കപ്പെടുന്നു. പരസ്പരം കോൺഗ്രസും CPM ഡീലാണ്. ഇങ്ങനെ ഡീലിൻ്റെ ഒരു കളി. അതിൽ അഴിമതിയും അവർ അഴിമതി ചെയ്തു ഒരഴിമതി ചെയ്തു എന്നുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് വയനാടും വരികയാണ്. വയനാട്ടിൽ ആദ്യകാലങ്ങളിൽ വിചാരിച്ചത് ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ടുള്ള പാർപ്പിട സമുച്ചയം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു. ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ഈ 29-30 കഴിയുമെന്നാണ് പറയുന്നത്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ സാധാരണഗതിയിൽ ഇലക്ഷൻ കാലത്ത് ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാകും. അവർ വിമർശനത്തിൻ്റെ മുൻപിൽ നിൽക്കും. അഴിമതി ആരോപണങ്ങളിൽ ഏർപ്പെട്ടു ഉഴലും. പക്ഷേ ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രണ്ടു കൂട്ടർക്കും ഭാഗ്യം ദൗർഭാഗ്യമൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇവിടെ പ്രതിപക്ഷം
ഈ അഴിമതി ആരോപണത്തിൽ ഉഴലുന്ന കാഴ്ചയാണ് കാണുന്നത്. വയനാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസ എത്രയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നില്ല, എവിടെയാണെന്ന് പറയുമ്പോൾ പറയുന്നില്ല, അവസാനം ഗതികെട്ട് പറയുകയാണ് ഉണ്ട് എന്ന്. എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 5 കോടി സംതിങ് ആണ്. ഏകദേശം 7 കോടി കിട്ടിയിരിക്കുന്നു. അതിൽ 1 കോടി യൂത്ത് കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ വീട് വെച്ചോ ഇല്ല. എന്നിട്ട് സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നു, ഇനി വീട് വെക്കണമെങ്കിൽ വേറെ കാശ് വേണം, കുടിക്കാൻ ഉറങ്ങാൻ വേറെ കുടിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. ജനങ്ങൾ അത് വാസ്തവത്തിൽ MN കാരശ്ശേരി മാഷ് പോലും മര്യാദക്കേടാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി. എന്ത് മര്യാദക്കേട്? മര്യാദക്കേടെന്നുള്ള വളരെ സൗമ്യ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കള്ളത്തരം എന്നല്ല പറയുന്നത്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അവിടുത്തെ MP മാരായിരുന്നു. ഈ വയനാട്ടിലെ ദുരന്തം അവരറിഞ്ഞതല്ലേ? തൊട്ടപ്പുറത്ത് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു. എത്രയോ പൈസ സ്വരൂപിച്ച് അവിടെ വീട് വയ്ക്കാം. അങ്ങനെ ആ വീട് വയ്ക്കാൻ കഴിവുണ്ടായിട്ടും ഇത് നടക്കാതിരിക്കട്ടെ, ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് പൈസ വരുന്നത് തടയാനും, മറുഭാഗത്ത് ഇവിടെയുള്ള MLA-മാർ പൈസ കൊടുക്കാതിരിക്കാനും ശ്രമിക്കുകയും തങ്ങൾക്ക് ശക്തിയുണ്ട്, വീടുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പൈസ പിരിക്കുകയും ചെയ്യുക. എന്നിട്ട് പിരിച്ചത് 5 കോടി സംതിങ് അല്ലെങ്കിൽ 7 കോടി സംതിങ്. ഇവിടെ ഈ സമയത്ത് DYFIയുടെ പ്രവർത്തനം എല്ലാവരും ഏറ്റു പറയേണ്ട ഗതിയോട് വരികയാണ്. അത് MN കാരശ്ശേരി മാത്രമല്ല, ബാക്കി പലരും, ജോണി ലൂക്കോസ് ഒക്കെ മനോരമ ചർച്ചയിലെല്ലാം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കും. DYFI 20 കോടി രൂപ പിരിച്ചു എന്നുള്ളതാണ്. 20 കോടി രൂപ പിരിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കും. കാരണം ഭരണത്തിൻ്റെ സ്വാധീനം കൂട്ടിയിട്ട്, പക്ഷേ പാട്ടപ്പെറുക്കിയിട്ടും ഒക്കെ ചെയ്തെങ്കിലും ഈ സ്വാധീനം എന്നാൽ പോലും പിരിച്ചു കൊടുത്തുവല്ലോ. അതിന് പിന്നെ കാലതാമസം വരുത്തിയെന്ന് മാത്രമാണ് ആരോടെ. ഒന്നും ചെയ്യാത്ത ആളുകളാണ് കാലതാമസത്തെക്കുറിച്ച്. എന്ത് വിരോധാഭാസമാണ്. കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. 40 കോടി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 40 കോടി 100 വീടുകൾ പണിത് കൊടുത്തു എന്നുള്ളതാണ് അതിനുള്ള എല്ലാ ശ്രമങ്ങളും. അപ്പോൾ ഇത്ര ചെറിയ പാർട്ടി, ഇത്ര വ്യാപകമായി ദേശീയവ്യാപകമായി അത്ര ശക്തിയല്ലാത്ത പാർട്ടി 40 കോടി കൊടുക്കാമെങ്കിൽ ഈ കോൺഗ്രസിനെ പോലുള്ള കോടിക്ക് 5 കോടിയാണോ? അല്ല എന്നാണ് പറയുന്നത്. 50 കോടിയാൽ പരം ഈ സന്ദേശമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിനേക്കാൾ എത്രയോ മടങ്ങ് പോയിട്ടുണ്ട്. അതിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും മറ്റും വകമാറി ചെലവാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളാണ് ഈ തരത്തിൽ നോക്കുമ്പോൾ വാസ്തവത്തിൽ ആദ്യകാലങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വികാരവും വിരോധവും ഒക്കെ ഉണ്ടെങ്കിൽ MN കാരശ്ശേരിക്ക് മാഷും അടക്കം അത് തിരിച്ചു പറയേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ആ തരത്തിൽ ഇപ്പോൾ LDF വാസ്തവത്തിൽ മുന്നേറുകയാണെന്ന് എനിക്കാണ് തോന്നുന്നത്. ശരിക്കിപ്പോൾ വെള്ളം കുടിച്ചു നിൽക്കുന്നത് UDF ആണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഇതിൽ നിന്നെല്ലാം ഇത് സംഭവിക്കുന്നത് ഒരു മര്യാദ ഉള്ള അല്ലെങ്കിൽ ഒരു ദീർഘദൃഷ്ടിയുള്ള സത്യസ്ഥരായ രാഷ്ട്രീയ പ്രവർത്തകരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയൊരു വേദനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഭരിക്കാൻ പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും ഈ ഫണ്ട് തിരിമറി ചെയ്തിട്ടുണ്ടെങ്കിൽ, കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കണക്കുകൾക്കില്ല, എവിടെയും ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭരണം കിട്ടിയാൽ സ്വതേ ജന്മസ്വഭാവമാണ് കോൺഗ്രസിൻ്റെ ഈ അഴിമതി എന്നുള്ളത്. കേരളം ഭാരത സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ അപജയത്തിനെയും BJPയുടെ വരവിനെയൊക്കെ വലിയധികം സ്വാധീനം ചെലുത്തിയതാണ് ഈ അഴിമതി. ഇനിയും അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഉത്കണ്ഠയാണ് വാസ്തവത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? പൊതുസമൂഹം അഴിമതിയെ സ്വീകരിക്കുകയാണ് മനസ്സിലായിട്ട്. കൈക്കൂലി കൊടുക്കാത്തവർ എത്ര പേരുണ്ട്? കൈക്കൂലി കൊടുക്കാൻ വിരോധമില്ലാത്തവരാണ് അധികം. നമ്മുടെ കാര്യം നടക്കാൻ എന്തു ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഒരുപക്ഷെ നിർബന്ധിക്കപ്പെടുകയായിരിക്കാം, സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ടായിരിക്കാം. എന്നാലും കൈക്കൂലി കൊടുക്കാത്തവർ എണ്ണം ചുരുക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവത്തിൽ നിന്ന്. അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും വ്യത്യാസം വരും. നമുക്കനുയോജിച്ച നേതാക്കളും ഉണ്ടാവുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ അധപതനത്തിൻ്റെ ദൃശ്യം കണ്ടുവെങ്കിൽ LDFും അപകടത്തിലാണെന്ന് ഞാൻ പറയും. നോക്കൂ, കുഞ്ഞികൃഷ്ണനെക്കുറിച്ച് സ്വരാജ്
കള്ളൻ എന്ന് പറയുമ്പോൾ സ്വരാജ് മോശക്കാരനാവുകയാണ് ചെയ്യുന്നത്. ശവ തൂക്കികൾ എന്നൊക്കെ പറഞ്ഞ് കൊടി വളരെ ഗംഭീരമായിട്ട് സ്വരാജ് നിർത്തുകയാണ്. എതിർപ്പ് വളരെ ശരിയാണ്. 2 ദിവസത്തെ പത്രസമ്മേളനങ്ങളിലൂടെ കോൺഗ്രസ് ശരിക്കും പ്രതിരോധത്തിലായി. പക്ഷേ ആരെ പറഞ്ഞ ആത്മനിർവൃതി, ന്യായീകരണത്തിൻ്റെ ആത്മനിർവൃതി രതി നടത്തുന്നു എന്ന് പറയുന്നത് തെറ്റില്ലെന്ന് തോന്നുന്നു. ഈ പയ്യന്നൂരിൻ്റെ പ്രശ്നം രൂക്ഷമാണ് വാസ്തവത്തിൽ. ആ രൂക്ഷമാണെന്ന് നമുക്കറിയാം. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ വളരെ നിസ്വാർത്ഥമതികളാണെന്നാണ് അതിയാണെന്നും മറ്റ് പരക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളുമാണ്. ഇതുവരെ ആ കള്ളനെന്ന് വിളിക്കപ്പെട്ടിട്ടില്ല. ഒരു 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 രക്തസാക്ഷി ഫണ്ട്, ആ ഫണ്ടിൽ തിരിമറി പോലും അല്ലെങ്കിൽ അത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഉണ്ടാവില്ലെന്ന് പറയാൻ സാധിക്കില്ല. 5 ലക്ഷം രൂപ മാറി എന്നുള്ളതാണ് പറയുന്നത്. അത് കണക്കിൽ വരവ് വന്നിട്ടില്ല എന്നുള്ള സാങ്കേതിക പ്രശ്നമാണെന്ന് പാർട്ടി പറഞ്ഞു. പക്ഷേ എന്തോ നടന്നിട്ടുണ്ട്. അത് ഒരു ചോദ്യം ചെയ്യപ്പെട്ടു. ആ ചോദ്യം ചെയ്യുന്നതിന് യാതൊരു വിലയില്ലാതായി. ആ വിലയില്ലാതെ അവസാന നിൽക്കുകളില്ലാതായപ്പോൾ അവർ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പോരാടുക നിവൃത്തിയില്ലാതായി. അവർ നിവൃത്തിയില്ലാതെ വന്നു. അതുകൊണ്ട് ഒരു കള്ളന്മാരും ഇന്നലെ വരെ കള്ളന്മാരല്ല. അപ്പോൾ കണ്ണൂരിലാണ് വാസ്തവത്തിൽ CPM-ൻ്റെ അപജയം കൂടുതൽ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ മനു തോമസ് എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, ഒരു കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് പിണറായി വിജയനെയും കൂടി എതിർത്തിട്ടുകൊണ്ടാണ്. കുടുംബ വാഴ്ചയിലേക്ക് പോകുന്ന ഒരു CPM-നെ കാണുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യാൻ ഭയമുള്ളൊരു CPM-നെ, ഉൾപാർട്ടി ജനാധിപത്യം നശിക്കുന്ന CPM-നെ, ഇതെല്ലാം അതിൽ സാങ്കത്യമുണ്ട് എന്നുള്ളതാണ്. നിലവിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഒഴിവാക്കുന്നു എന്നുള്ള ഒരു വിമർശനം തീർച്ചയായിട്ടും പിണറായി വിജയന് എതിരായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. P. ജയരാജനെ പോലെയുള്ളവർ വാസ്തവത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവാൻ സർവ്വതാ യോഗ്യനാണ് P. ജയരാജൻ. പലവിധ ദോഷങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ, സംഘടന പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ, ചട്ടക്കൂടിൻ്റെ കാര്യത്തിൽ, സംഘടന സജീവമാക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ P. ജയരാജനെപ്പോൾ ശക്തിയുള്ള ആളുകൾ ഇന്നില്ല എന്നുള്ളതാണ്. സംഘടനാ തത്വങ്ങൾ വിശദീകരിക്കുന്ന കാര്യത്തിലും P. ജയരാജൻ്റെ നേതൃത്വ ശേഷി വളരെ കൂടുതലാണ്. ഈ T. P. ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ തീർച്ചയായിട്ടും P. ജയരാജൻ്റെ ഉണ്ടാകുന്നുള്ള സന്ദേശത്തിൽ തന്നെയാണ് സന്ദേഹത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ ഞാനും ഇരിക്കുന്നത്. അത്തരം സംഗതികളെ പാടെ എതിർക്കേണ്ടതാണ്. അതേ അവസരത്തിൽ തന്നെ P. ജയരാജനെ ഒതുക്കേണ്ടതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ തോമസ് ഐസക്കിന്. എല്ലാവരും ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കിഫ്ബി കൊണ്ടുവന്നത് അതിൻ്റെ മൂല സ്രോതസ്സ് അല്ലെങ്കിൽ അതിൻ്റെ തത്വത്തിൻ്റെ ആശയത്തിൻ്റെ ഉൽപ്പാദകൻ വാസ്തവത്തിൽ തോമസ് ഐസക്ക് തന്നെയാണ്. തോമസ് ഐസക്ക് അത് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും കഴിഞ്ഞ മന്ത്രിസഭ വന്നപ്പോൾ തോമസ് ഐസക്കിനെ ഒതുക്കാൻ വേണ്ടി മറ്റൊരു ഗീത എന്നുള്ളൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കൊണ്ടുവരികയും ചെയ്തു. ആ ശാസ്ത്രജ്ഞ പിന്നെ പോയി എന്നുള്ളതാണ്. ഈ കിഫ്ബിയുടെ ഫണ്ടാണ് ഇന്നലെ വരെ ഉദ്ഘാടനങ്ങൾ ചെയ്ത തറക്കല്ലുകൾ കാക്കത്തൂറി മലിനമാക്കുന്നതിന് പകരം തോമസ് ഐസക്കിൻ്റെ കിഫ്ബി ഫണ്ടായിരുന്നു കഴിഞ്ഞകാല മന്ത്രിസഭയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ കിഫ്ബി ഫണ്ടിന് മാത്രം പറയുകയും തോമസ് ഐസക്കിനെ പറയാതിരിക്കുകയും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന് ജയിക്കുന്ന സ്ഥാനത്ത് നിർത്തേണ്ടതായിരുന്നു. അദ്ദേഹം ഭരണത്തിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് വന്നാൽ കേരളത്തിന് പുതിയ രീതിയിലുള്ള കുറേ മാറ്റങ്ങളുണ്ടാക്കട്ടെ. പലവിധ സംഘടനാ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതിന് പകരം ഉണ്ടാക്കിയില്ല. ശൈലജ ടീച്ചർ വാസ്തവത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വന്നതോടുകൂടി ശൈലജ ടീച്ചർ നോട്ടപ്പുള്ളിയായി. ശൈലജ ടീച്ചർ തെറ്റില്ലാത്ത ആളെന്നല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ സുമകൂട്ടിലിട്ട് കൊട്ടിരിക്കും. ഒരുപക്ഷെ അവരെ തോൽപ്പിക്കാനാണെന്ന് വ്യാജേന ആണോ എന്നറിയില്ല. എന്തായാലും ശൈലജ ടീച്ചർക്ക് നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല കിട്ടുന്നത് ഉള്ളിൽ. ഇപ്പോൾ ഈ അടുത്ത് പിണറായി വിജയനായിട്ടുള്ളൊരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ശൈലജ ടീച്ചർ പറയുമ്പോൾ അങ്ങനെ ഒരാളെ അങ്ങനെ ഉയർത്തി കാണിക്കാറില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം ജയിച്ചാലും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആരായാലും ഇല്ല, പക്ഷേ ഒരു മാറ്റത്തിനെങ്കിലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പിണറായി വിജയൻ്റെ ഒപ്പമുള്ള ആളുകൾ, അതുപോലെ തന്നെ റിയാസ് മരുമകൻ കളിയാക്കുമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ കളിയാക്കേണ്ട ആളല്ല. റിയാസ് ഒരുപാട് പാരമ്പര്യം, പക്ഷേ മരുമനായതുകൊണ്ടുള്ള കുറേ ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ട് നല്ല വകുപ്പ് കിട്ടി. ആദ്യകാലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള അദ്ദേഹത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തമ്മിലുള്ള ഏറ്റവും വലിയ പാലമായി റിയാസ് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രാജിനും അതുപോലെ തന്നെ P.
രാജവും എം പി രാജേഷൊക്കെ മുന്നോട്ട് വന്നു. മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കി. ഇലക്ഷൻ കാരണമാവും. ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വാങ്ങുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആലപ്പുഴ ഭാഗത്ത് സുധാകരൻ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ അയാൾ സ്ഥാനമോഹിയാണെന്ന്. ഇതുവരെ അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഏറ്റെടുത്തുള്ള പരിപാടികളെല്ലാം അഴിമതിയില്ലാത്തൊരു മന്ത്രി എന്നുള്ള പേര് വാസ്തവത്തിൽ സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് ദുഷ്ടാട്ടങ്ങളും കവിതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇതായിരുന്നില്ല. വാസ്തവത്തിൽ അന്ന് VS അനുകൂലമായി നിന്ന് എല്ലാവരും ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വാസ്തവത്തിൽ അവരെല്ലാം ഒതുക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യും. അതിൽ ഏറ്റവും വഞ്ചിക്കപ്പെട്ട ആൾ നിലയ്ക്ക് സുധാകരന് തോന്നിയാൽ തെറ്റില്ല. പിന്നീട് അദ്ദേഹം വളരെ വളരെ നിസ്സാരനായി മാറ്റപ്പെടുകയാണ്. അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നത് സ്ഥാനാർത്ഥി മോഹം കൊണ്ടാണ് ന്യൂസ് തോമസ് ഐസക്കിൻ്റെ കുറിപ്പ് ഞാൻ കണ്ടു. കാര്യം കോൺഗ്രസിലേക്ക് പോകുക എന്നുള്ളത് എത്രയോ നാണം കെട്ട ഏർപ്പാടാണ്. അത് സുധാകരന് മാത്രമല്ല പാർട്ടിക്കുമാണ്. ഒരു രക്തസാക്ഷിയുടെ ചേട്ടൻ കുടുംബത്തിൽപ്പെട്ട ആൾ മറ്റൊരു ആ കൊന്ന ആളുടെ പാർട്ടിയിലേക്ക് പോകാമെന്ന് എത്ര അപഹാസ്യമാണ് പാർട്ടിക്ക് അടക്കം. അപ്പോൾ ഇവിടെ ഈ മുതിർന്നവരെ ശേഖരിക്കാൻ, മുതിർന്നവരെ കൈപിടിക്കാൻ, മുതിർന്ന ഒത്തുചേർത്താൻ, ചേർത്ത് പിടിക്കാനൊക്കെ സംവിധാനം വേണ്ടതാണ്. പുതിയ തലമുറ അവരൊതുക്കാൻ മുതിർന്ന നേതാക്കളുടെ ആ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യും. ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ ശ്യാമള സ്ഥാനാർത്ഥി, അവിടെ അതിനേക്കാൾ പ്രഗത്ഭരായ ആളുകൾ അവിടെ ഉണ്ടായിട്ട് പോലും നിർത്തിയില്ലെന്നാണ് ആരോപണം. അതിൻ്റെ പേരിൽ വളരെ 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 വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഈ ആനുകൂല്യം നൽകിയിട്ടുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഗൂഢലക്ഷ്യമുണ്ട് അത് നടപ്പാക്കി തീർക്കാനെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്നാലും TK ഗംഗാധരൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞുള്ള 19 വയസ്സായിട്ടുള്ള ആളാണ് പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിലേക്ക് ചേരുന്നത്. ഇതുവരെ പാർട്ടിയുടെ കൂടെ നിന്ന ആളുകളാണ്. അവരൊക്കെ അവസരവാദികളെന്ന് പറഞ്ഞാൽ അപ്പാടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഇവർക്ക് എങ്ങനെ UDP പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമാണ്. വേറെ രക്ഷയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ ഒരു പാർട്ടിയിലേക്കും പോയില്ല. അതുകൊണ്ട് തന്നെ അത് വധിക്കപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം വധിക്കപ്പെട്ടതുകൊണ്ട് ആളുകൾ എതിർക്കാൻ മുന്നോട്ട് വരാണ്ടിരിക്കുന്നുണ്ടോ? അതാണ് പാർട്ടി നേതൃത്വം ആലോചിക്കേണ്ടത്. TP ചന്ദ്രനെ കൊന്നുകൊണ്ട് എല്ലാവരും പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുവോ? മാളത്തിൽ ഒളിച്ചില്ല എന്ന് മാത്രമല്ല, KK രമ കോൺഗ്രസിൻ്റെ MLA ആവാൻ വേണ്ടി ശ്രമം നിർത്തി. ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൻ്റെ കൂടെ പോയി. അവരിനി BJPയിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? BJPയിലേക്ക് പോകാനുള്ള പരിശ്രമങ്ങളാണോ നടത്തേണ്ടത്? അതോ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയും ഈ വലിയ വർഗീയ ഫാസിസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തേണ്ട വലിയ ബാധ്യത CPM-നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ വലിയ കോർപ്പറേറ്റുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വിലയ്ക്ക് വാങ്ങേണ്ട കമ്മീഷൻ കോൺഗ്രസ്സിന് കിട്ടിയതുകൊണ്ടാണ് സർക്കാർ മേഖലയെ അഴിമതി ആരോപണത്തിൽ മുക്കിക്കൊല്ലുന്നതെന്ന് ഒരു ആരോപണം കൂടി സത്യമായിരിക്കാം, അല്ലെങ്കിൽ അസത്യമായിരിക്കാം. എന്തായാലും ഇവിടെ സ്വകാര്യവൽക്കരണം സത്യപ്പെടുകയാണ്. UDP ജയിച്ചാലുണ്ടാവുന്ന പ്രശ്നം സ്വകാര്യവൽക്കരണം 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പൊതുസ്ഥാപനങ്ങൾ നശിക്കും എന്നുള്ളതാണ്. ബോർഡോറ് നശിപ്പിക്കും എന്നും കൂടി അതിനുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇടതുപക്ഷം വേണമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന് അപജയങ്ങളില്ല എന്ന് സമ്മതിക്കാൻ എനിക്കാവുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്ക് മാത്രമേ എനിക്ക് ഇടതുപക്ഷത്തിൽ. ആരാ പറഞ്ഞു? ആസാദ് പറഞ്ഞു കേട്ടു യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ഉണ്ട്. എന്ത് രീതിയാണെന്നുള്ളതാണ് വാസ്തവം. ഒരു ഇടതുപക്ഷത്തിൻ്റെ രൂപമാണോ കോൺഗ്രസ്സിനുള്ളത്? ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ ഈ വെട്ടിപ്പന്നെ ആലോചിച്ചറിയാൻ സാധിക്കും. അത് ഇടതുപക്ഷ സ്വഭാവമാണോ, ഇടതുപക്ഷമാണ് പോലും. എങ്ങനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അതുപോലെ തന്നെ പലപ്പോഴും പറയും ഒരു ഏകാധിപത്യ പ്രവണത പിണറായി വിജയുണ്ട്. ആ ഏകാധിപത്യങ്ങൾ എത്രയോ നല്ലതാണ്. 5 എന്ന് പറയുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കൊട്ടേഷൻ എപ്പോഴും CPM-ന് എതിരായിട്ട് എന്തെങ്കിലും കിട്ടുമോ അറിയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നക്സലൈറ്റുകൾ എന്ന് പറയുന്ന ഊറ്റം കൊള്ളുന്നവരെ കുറിച്ച് നമുക്ക് ലജ്ജിക്കാനേ വയ്യുള്ളൂ. ഈ 5 പേരും മഹാകള്ളന്മാരായി എന്ത് ചെയ്യും? ഈ 5 പേർ നോട്ടമിടുകയും കുൽസിത പ്രവർത്തനം നടത്തുകയും അവർ ഉപജാപ ശ്രമങ്ങൾ ഉണ്ടാക്കിയും അവർ ജയിക്കാൻ വേണ്ടി ശ്രമം. ഒരു കാര്യം ശരിയാണ്, അവിടെ കളവ് നടത്തിയാൽ ഈ കള്ളത്തരം നടത്തി പെട്ടെന്ന് അറിയാൻ സാധിക്കും. CPM-ൽ കളവ് നടത്തിയാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല എന്നുള്ള വ്യത്യാസമുണ്ടെന്ന് മാത്രം. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ 5 പേരും മുഖ്യമന്ത്രി അവൻ ആഗ്രഹിക്കുന്ന 5 പേരും പണിയെടുത്തുകൊണ്ടിരിക്കും. എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കും?
രാജ്യത്തിൻ്റെ വിവിധ ഈ വർഗീയ ശക്തികളുമായി ഒത്തുചേരും, കോർപ്പറേറ്റുകൾ ഒത്തുചേരും, കപട സൂത്രധാരികൾ എഴുതിയും ഗിമിക്ക് കാണിക്കും, ആ ജനത്തിനെ പറ്റിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആലോചിക്കും. അങ്ങനെയാണ്, അതാണ് സംഭവിക്കുക. അല്ലാണ്ട് ഒരു ആദർശാത്മകമായി ലോകം ഉണ്ടാക്കാനുള്ള മത്സര ബുദ്ധിയല്ല ഉണ്ടാകുന്നത്. വി.ഡി. സതീശൻ നോക്കൂ, ഹരിത എന്ന നിലയ്ക്ക് ഒരു ഉയർന്ന രീതിയിൽ കണ്ടിരുന്നതാണ്. ഇപ്പോൾ സതീശൻ എന്തെല്ലാം രീതിയിലാണ് കാണുന്നത്. ഈ ഫണ്ടെല്ലാം വെട്ടിപ്പ് ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? പുനർജനിയെക്കുറിച്ച് വേറെ സംസാരമുണ്ട്, അത് മറ്റൊരു കാര്യം. എന്തായാലും സതീശൻ എത്രത്തോളം താന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ സതീശനെ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? അങ്ങനെ വിശ്വാസ കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. ഈ സുധീരനെ ഓരോ ഇലക്ഷൻ കാലത്ത് പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ സുധീരനെ വെച്ച് പൊറപ്പിച്ചു. അതുകൊണ്ട് മൊത്തം രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമാണ്. ഒരു സത്യസന്ധരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള, നിർമ്മലരായിട്ടുള്ള ആളുകളില്ല എന്ന് തന്നെ പറയാം. അതവസരത്തിൽ ഇപ്പോൾ താമരയും കൂടി വരുന്നുണ്ട്, അവരുടെ സ്വാധീനം കൂടി വരുന്നു എന്നുള്ളതാണ്. അവരുടെ സ്വാധീനം കൂടി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇന്നുള്ള രാജീവ് ചന്ദ്രശേഖരല്ല പിന്നീട് ഇതിൻ്റെ സ്ഥാനത്തിരിക്കുക. വളരെ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള, കേരളവുമായി ബന്ധമില്ലാത്ത മറ്റുള്ള ആളുകളായിരിക്കും ഈ BJPയുടെ തലപ്പത്തിരിക്കുക. ഇവിടെ വർഗീയ കലാപം ഉറപ്പായിട്ട് സംഭവിക്കും എന്നുള്ളതാണ്. ഈ വർഗീയതം ഏറ്റവും ഉണ്ടാകുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിനാണ് ഏറ്റവും ദോഷം സംഭവിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണാൽ അവർ UDFന് അനുകൂലമായി നിലപാടെടുക്കുകയും എന്നാൽ CPM വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് ഹിന്ദു പ്രീണനം ആരംഭിക്കുകയും ചെയ്താൽ ഏറ്റവും അപകടം ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്കാണെന്നുള്ള ഞാൻ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രീണനം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിർത്താനുള്ള ശ്രമം നടത്തണം. ഇതാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ. ഈ വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങളാണ് ഉയർന്നു വരേണ്ടത്. ജനം മനസ്സിലാക്കണം. ഇപ്പോൾ അൽഗോരിതം പറഞ്ഞ പോലെ നമ്മൾ ഏതാണോ ഈ ഇടതുപക്ഷത്തിൻ്റെ പോസ്റ്റുകളാണ് കാണുന്നത് വെച്ചാൽ അതുമാത്രമേ നമുക്ക് വരുള്ളൂ. കോൺഗ്രസിൻ്റെ പോസ്റ്റാണെങ്കിൽ അത് മാത്രമേ വരുള്ളൂ. NDAയുടെ വരുന്നെങ്കിൽ NDAയുടെ മാത്രമേ വരുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഒരേ അഭിപ്രായം മാത്രം ഉണ്ടാവുകയും വിമർശനം കേൾക്കാതിരിക്കുകയും അങ്ങനെ തന്നെ സിന്ദാബാദ് വിളിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പേക്കൂത്തുകൾ കേൾക്കുകയും സംസാരം അതികഠിനമായ ക്രൂരമായ സംസാരം ഉണ്ടായിരിക്കുമ്പോൾ അതുകൊണ്ട് നുണകൾ വിശ്വസിക്കേണ്ടി ഗതികേട് വരും. അതുകൊണ്ട് നമുക്ക് വിശാലമായ ബഹുസ്വരമായ രീതി ഉണ്ടാവണം. വിമർശനം കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കുകളൊക്കെ വിമർശനങ്ങൾക്കും നമ്മൾ സാധ്യതകൾ കൊടുക്കണം. എന്നാൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറൊക്കെ വളരെയധികം സങ്കുചിതമാക്കപ്പെടും. അത് വലിയ അപകടത്തിലേക്ക് കേരളം ചിന്തിക്കും. പൊതുവിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയ പലവിധ കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് പലതും കാണാൻ സാധിക്കും. എന്നാൽ നുണപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും നമുക്ക് ഏതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല. എന്ത് തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നമ്മൾ നശിപ്പിച്ചുകൂടാ എന്നുള്ളത് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. ആരെന്ത് പറഞ്ഞു. ഇപ്പം വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നി. ഈ ഇലക്ഷൻ കാലത്ത് നടത്തുന്ന ഇപ്പോൾ നമ്മുടെ ഫാത്തിമയുടെ ഒരു ടി പി രാമകൃഷ്ണനെതിരെ ഫാത്തിമയ്ക്ക് പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് 100 വർഷങ്ങൾ ഈ RSSൻ്റെ. ആ വാസ്തവത്തിൽ അതൊരു തെറ്റായ സന്ദേശമാണ്. ഇപ്പോൾ തൃശ്ശൂരത്തെ ഗോപിനാഥ് എപ്പോഴും ഇടതുപക്ഷത്തെ കുറ്റം പറയുന്ന ആളാണെങ്കിൽ പോലും ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. ഈ ഗോപികൃഷ്ണനെ പോലുള്ള ആളുകളടക്കം എഴുതിയിട്ടുള്ള പുസ്തകമാണത്. ആ പുസ്തക പ്രകാശനം ഒരിക്കലും RSS അനുകൂലമല്ല, RSSനെതിരാണ്. ആ തരത്തിൽ പ്രചരണം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ്. അത് CPM നടത്തിയാലും ആര് നടത്തിയാലും. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് മുസ്ലിം ലീഗിലത്തെ വനിതാ മുതിർന്ന നേതാവ് രാജിവെക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് അത്ര ഗുണകരമായി തോന്നില്ല. ഹരിത മുസ്ലിമിൻ്റെ ഈ ഫാത്തിമയെ പോലുള്ള ആളുകൾ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ അത് അവരുടെ നേതാവിനെതിരാണ്, മുസ്ലിം നേതാവിന് എതിരാണെന്നും മുസ്ലിം സമുദായത്തിനെതിരാണെന്നും അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥി കൊടുത്തത് തെറ്റാണെന്നും അതിനെതിരെ ആ ആശങ്ക കൊണ്ടാണ് എന്നൊക്കെന്ന് പറയുന്നത് മാത്രമല്ല. എന്നാൽ ആ അവസരത്തിൽ തന്നെ ഞങ്ങൾ സ്ത്രീകൾ അത്ര മോശക്കാരിൽ നിന്നും ഞങ്ങളോട് കൂട്ടൂർ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് തികച്ചും സ്ത്രീവിരുദ്ധതയാണ്, ജനാധിപത്യ വിരുദ്ധതയാണെന്ന് പറയാനുള്ള തങ്കൂറ്റം കാണിക്കൽ അവർ പ്രശംസ അറിയിക്കുന്നു. അതവസരത്തിൽ തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഹരിത നടത്തുന്ന പ്രവർത്തനത്തെ അപമാനിക്കുന്നതും അത്ര ഗുണകരമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും പൊതു ചർച്ച നമ്മൾ ഈ രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കേണ്ടത് നമ്മുടെ പൊതുസമൂഹമാണ്. ആ സമൂഹം നമ്മൾ വളരെ ജാഗരൂകമായിരിക്കണം. എൻ്റെ മണ്ഡലം രാജൻ തൊട്ടപ്പുറത്താണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കണ്ടത്. വളരെ സ്വീകാര്യതയുള്ള ആളാണ്. കോടങ്കണ്ടത്തും കാണാനിടയായി. അദ്ദേഹം പാലിയേക്കര സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നമ്മുടെ ടോൾ പിരിവിനെതിരായിട്ടൊക്കെ സമരം ചെയ്ത് വിജയിച്ച ആളാണ്. പക്ഷേ
കെ രാജനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരാളാണ്. ഒരുപാട് വികസനങ്ങൾ അദ്ദേഹത്തിന് സാധിക്കുന്ന രീതിയിലുണ്ട്. നമ്പറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിലും പൊതുവെ അദ്ദേഹം സ്വീകാര്യനാണ്. അദ്ദേഹം ഒരു ജനപക്ഷത്ത് നിൽക്കുന്നതാണ്. വാസ്തവത്തിൽ ഞാൻ രാജൻ്റെ പക്ഷത്ത് തന്നെയാണ്. കുടങ്ങട്ട് മോശമായതുകൊണ്ടല്ല, ഈ രാഷ്ട്രീയപരമായിട്ട് കൃത്യമായിട്ടും അതേ അവസരത്തിൽ എൻ്റെ തട്ടകം എനിക്ക് ജയിപ്പിക്കാനുള്ളത് ആലങ്കോട് ലീലകൃഷ്ണനാണ്. ആലങ്കോട് ലീലകൃഷ്ണൻ എല്ലാവർക്കും സുപരിചിതനാണ്, വായനക്കാരുടെ ഇടയിൽ, വായിക്കുന്നവരുടെയും എഴുത്തുകാരുടെ ബുദ്ധിജീവികൾ. പക്ഷേ ജനങ്ങൾക്കിടയിൽ അത്ര സ്വീകാര്യനല്ല. അപ്പുറത്ത് രാജ്യമ്പല്ലൻ സ്വീകാര്യനാണ്. ഒരുപാട് പ്രവർത്തനം നടത്തിയാണ്. മേയറാണ്. എല്ലാവിധ തന്ത്രകുതന്ത്രങ്ങളും അറിയുന്ന ആളാണ്. സാലിയെ പോലും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഷോമിയെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതവസരത്തിൽ തന്നെ ആലങ്കോടിനെ പോലെയുള്ള ആളുകൾ കേരള നിയമസഭയിൽ വരേണ്ടതല്ലേ എന്ന് വെച്ചാൽ വരേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ സുനിൽ കുമാർ ആയിരുന്നെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നേ. സി പി ഐയിലുള്ളിലുള്ള അന്തചിത്രമാണ് സുനിൽകുമാറിനെ ആക്കാതിരുന്നത്. മറ്റൊന്നത് സുനിൽകുമാർ തോറ്റോടുകൂടി സുനിൽകുമാർ ലേശമെപ്രാളം വന്നിട്ടുണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാലും സുനിൽകുമാർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും ആലങ്കോടിൻ്റെ പാട്ടും ആലങ്കോടിൻ്റെ കവിതയുമൊക്കെ നിയമസഭയിൽ ഉണ്ടാവട്ടെ. രാജ്യമ്പല്ലവൻ എനിക്ക് മോശക്കാരനായിട്ടുള്ളതാണെന്ന് പറയില്ല. പൽപ്പഞ്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ പൽപ്പഞ്ച ജയിക്കുമെന്ന് ചിലർ പറയുന്നു, അത് കാശെടുക്കുമെന്ന് പറയുന്നു. പൽപ്പഞ്ചയ്ക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഇന്നത്തെ പോസ്റ്റ് കണ്ടത് എന്താണ്, ഈ അയിലുള്ള മന്ത്രിമാർ 5 ലക്ഷം രൂപ വീതം പൽപ്പഞ്ചയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ പണി പോകുന്ന പരിപാടി ചെയ്തിരുന്നു. KV തോമസ് കൊടുക്കാതിരുന്നപ്പോൾ KV തോമസിനെതിരായിട്ട് ശ്രമം നടത്തി. പക്ഷേ AK ആൻ്റണി ആണ് അത് തടയുന്നുള്ളത് പോസ്റ്റും കൂടി കാണുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ ഈ സത്യസന്ധയുടെ കാര്യം പറയാൻ പത്മജ നാം തന്നെ പ്രവർത്തിച്ചിട്ടില്ലാത്തുള്ള ആളാണ് പത്മജ. എൻ്റെ മകളെന്നുള്ളൊരു ഒറ്റ മേൽവാസിൽ വിജയിക്കുന്നതാണ്. ഈയിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ CPM നിന്ന് പോയി കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഉണ്ടാവുന്നു. CPM നിന്ന് പോകുന്നവരൊക്കെ വർഗവഞ്ചകരും KV തോമസിനെ പോലുള്ള കോൺഗ്രസിൽ നിന്ന് വരുമ്പോൾ അവ പുണ്യാത്മാക്കളുമായി മാറുന്ന ചരിത്രമാണ് നമുക്ക് കാണുന്നത്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ സിന്ദാബാദ് പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. നമുക്ക് ആശാവഹമല്ലാത്ത രാഷ്ട്രീയ അന്തരീക്ഷം കടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ ജനങ്ങളാണ് യഥാർത്ഥ ശക്തി. എന്നാൽ പോലും ഞാൻ പറയുന്നു, തമ്മിൽ ഭേദം നമ്പർ 9 എന്ന് പറയുന്ന പോലെ ഇടതുപക്ഷമാണ്. കാരണം ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഭീകരം ആവും. കാരശ്ശേരി മാഷ് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അശോകൻ ചെരുവിൽ പറയുന്ന പോലെ കക്കാൻ അവർക്ക് അല്ലെങ്കിൽ കൂടുതൽ കക്കുമോ എന്നുള്ളതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അശോകൻ ചെരുവിൽ മറ്റൊരു കാര്യം, കാനായിയെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ പാത പറഞ്ഞു. 2 പേര് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. ഒന്ന് മാങ്കുട്ടവും അശോകൻ ചെരുവിലും. കാനായിലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്ര യേശുക്രിസ്തുവിൻ്റെ രൂപമല്ല. ഇനി വേറെ രീതിയാണെന്ന് നമുക്കറിയില്ല. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് പറയാൻ അശോകൻ ചെരുവിൽ തയ്യാറാവണം. അതുപോലത്തെ ഇടതുപക്ഷവും തെരുവാണ്. ഇടതുപക്ഷത്തിലുണ്ടാകുന്ന അപജയങ്ങളെ പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെയൊക്കെ ഒതുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ, ശൈലജ ടീച്ചർ ഒതുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കണം. എന്നാൽ ഇടതുപക്ഷം MP രാജേഷും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ TV രാജീവും ഒക്കെ പുതിയ തലമുറ നമ്മൾ ഉണ്ട്. M സ്വരാജിൻ്റെ കിടിലം മറുപടികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കിടിലം മറുപടികളപ്പോൾ തന്നെ സ്വന്തം പാർട്ടികളുടെ പുതുക്കത്തിനെ കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം എതിർത്ത് തോൽപ്പിച്ചില്ല എങ്കിൽ ഉണ്ടെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഞാൻ ആശിച്ചു പോകണു. നന്ദി, നമസ്കാരം.